ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ വിഷച്ചെടികളെ കുറിച്ച് രണ്ട് പാർട്ടായിട്ട് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പം ഈ രണ്ട് വീഡിയോക്ക് താഴെ ആളുകൾ കമന്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്, യൂഫോർബിയ എന്ന ചെടി വിഷമുള്ള ചെടിയാണോ, വീട്ടിൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണോ യൂഫോർബിയ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് യൂഫോർബിയ വിഷച്ചെടിയാണോ അത് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പൊ യൂഫോർബിയയിൽ ഒട്ടനവധി ചെടികളുണ്ട്. അപ്പം നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂഫോർബിയ എന്ന് വിളിക്കുന്ന ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഉള്ളുള്ള പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളം വാടാതെ നിൽക്കുന്ന യൂഫോർബിയ മില്ലി എന്ന ചെടിയെ കുറിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ചെടി ധാരാളം മുള്ളുകളുണ്ട്, പ്രത്യേക ഒരു കറയുണ്ട്. അപ്പൊ നല്ലൊരു ഓർണമെന്റൽ ചെടിയാണ്. നമുക്ക് വീടുകളിൽ കൊണ്ടുവച്ച് കുറഞ്ഞ കെയർ കൊടുത്താൽ മതി, നന്നായിട്ട് പൂക്കൾ ഉണ്ടാകും. പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് യൂഫോർബിയ മില്ലി. അപ്പൊ ഇതിലെ മുള്ളും ഇതിന്റെ കറയും ഒക്കെ ആളുകൾക്ക് പലപ്പോഴും സംശയം ഉണ്ടാക്കാറുണ്ട്. ഈ മുള്ളിൽ വിഷമുണ്ടോ അല്ലെങ്കിൽ കറയ്ക്ക് വിഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ആളുകൾ കമന്റ് ആയിട്ട് ഈ ചെടിയെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം, ആളുകൾ ഈ ചെടിയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നിയ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രണ്ടുപേർക്കുണ്ടായ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം. ഒന്നാമത്തെ അനുഭവം നടന്നിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു വലിയൊരു ചെടി, ഈ യൂഫോർബിയ മില്ലിയുടെ വലിയൊരു ചെടി മുറിക്കുന്ന ഇടയ്ക്ക് അതിന്റെ ഒരു ചെറിയൊരു ഒരു തുള്ളി എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും ചെറിയൊരു പോർഷൻ അതിന്റെ കറ ഇടത്തെ കണ്ണിലേക്ക് വീണുപോയി. അപ്പൊ ഇടത്തെ കണ്ണിലേക്ക് വീണ ശേഷം ആ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ ഇടത്തെ കണ്ണ് പെട്ടെന്ന് ബ്ലൈൻഡായി മാറിയപ്പോൾ അദ്ദേഹം പേടിച്ചിട്ട് കൂടെ ഉള്ളവരെല്ലാം വിളിച്ചു. എല്ലാവരും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കണ്ണ് മരുന്നൊക്കെ വെച്ച് കഴുകി ഒക്കെ ശരിയാക്കി എടുത്ത ശേഷമാണ് അതിന്റെ കാഴ്ച വീണ്ടും തിരിച്ചു കിട്ടിയത്. പിന്നെ രണ്ടാമത്തെ ഒരു അനുഭവം ഉണ്ടായത് നമ്മുടെ നാട്ടിലാണ്. നാട്ടിലൊരു എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വീട്ടിലിങ്ങനെ ഈ ചെടികളൊക്കെ പരിപാലിക്കുന്ന ഇടയ്ക്ക് എപ്പോഴും ഇതിന്റെ മുള്ളുകൾ ശരീരത്തിൽ കൊണ്ടിട്ട് അദ്ദേഹത്തിന് ഈ ചെടി വീട്ടിൽ നിന്ന് മാറ്റണം എന്നൊരു തീരുമാനത്തിലെത്തി. അപ്പൊ അദ്ദേഹം മാറ്റുന്ന ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ കയ്യിലൊക്കെ ഇതിന്റെ കറയായിരുന്നു. സാധാരണ അദ്ദേഹം എന്ത് കറയായാലും അദ്ദേഹം വെളിച്ചെണ്ണ പുരട്ടിയിട്ടാണ് ഇത്രയും കറയൊക്കെ റിമൂവ് ചെയ്യാറ്. അപ്പം അതുപോലെ അദ്ദേഹം കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയ ശേഷം ഈ കഴുകാൻ മാത്രം മറന്നുപോയി. വെളിച്ചെണ്ണയൊക്കെ പുരട്ടി കഴുകുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള വേർപ്പൊന്നും അറിയാതെ തുടച്ചുപോയി. അപ്പൊ വേർപ്പ് തുടച്ച ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ചെടിയുടെ കറയുടെ ഗന്ധം ഉണ്ടല്ലോ, ആ ഗന്ധം കണ്ണിലേക്ക് അടിച്ചിട്ട്, അതായത് ഇദ്ദേഹം എന്നോട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കറ കണ്ണിൽ എന്തായാലും ആയിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട് അതേ ആ കറയുടെ ഗന്ധം കണ്ണിലേക്ക് ആയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണും പെട്ടെന്ന് ബ്ലർ ആയിപ്പോയി, കാഴ്ച മങ്ങിപ്പോയപ്പോൾ ആകെ അദ്ദേഹം പേടിച്ചു പോയി. വീട്ടിലുള്ള ആളുകളെല്ലാം വിളിച്ചു വരുത്തി എല്ലാവരും കൂടി ചേർന്നിട്ട് ഇദ്ദേഹത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2-2.5 മണിക്കൂർ അടുത്ത ചികിത്സയ്ക്ക് ശേഷം കണ്ണെല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി. അപ്പൊ ഈ രണ്ട് അനുഭവങ്ങളാണ് എനിക്ക് പറയാനുള്ള ആദ്യം തന്നെ. അപ്പൊ ഈ സംഭവം നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ കറ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ശക്തിയുള്ള ഒരു സാധനമാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് ആശുപത്രിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച എന്നേക്കായിട്ട് പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് കാരണമാക്കുന്ന ഒരു ചെടിയാണ് യൂഫോർബിയ മില്ലി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ചെടി വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് കറ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ശരീരത്തിലൊന്നും ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കുട്ടികൾ കളിക്കുന്നതിനിടയ്ക്ക് അവരുടെ കളിപ്പാട്ടമോ അല്ലെങ്കിൽ പന്തോ ഒക്കെ ഈ ചെടികൾക്കിടയിലേക്ക് അങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്തേക്ക് വരും, അതിനുള്ളിലേക്ക് കൈയിടും. ചിലപ്പോൾ അറിയാതെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് എത്തി നോക്കുന്നതിനിടയ്ക്ക് കണ്ണിലൊക്കെ ഇതിന്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടും കാര്യമില്ല, കണ്ണിന്റെ കാഴ്ച പെർമനന്റ് ആയിട്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ ഭാവിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. പലരും ചോദിക്കാറുണ്ട് ഈ യൂഫോർബിയ മില്ലി നമ്മുടെ വീടുകളിൽ വളർത്താൻ പറ്റിയ ചെടിയാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയാറ്, എനിക്ക് അത് വീട്ടിൽ വളർത്തുന്നതോട് വലിയ താല്പര്യമില്ല. സുരക്ഷിതത്തോടെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളർത്താം. ഈ ചെടിയുടെ ഒത്തിരി കളക്ഷൻസ് സൂക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മതി നമ്മുടെ ലൈഫ് ഇരുട്ടിലേക്ക് മാറാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആകെ തകിടം മാറാൻ. ഒരു ചെറിയൊരു ചെടി കാരണം നമ്മുടെ കാഴ്ച പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാവി ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഈ ചെടി വീട്ടിൽ നടണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായവും എന്റെ സുഹൃത്തുക്കളുണ്ടായ രണ്ട് അനുഭവമാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഈ ചെടി വളർത്തണ്ട എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ സേഫ്റ്റിയോട് കൂടി വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളർത്താൻ പറ്റുന്ന ചെടി തന്നെയാണത്, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഈ ചെടി വളർത്തുന്നത് വേണ്ടേന്ന്. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പൊ അതുവരെ ബൈ.